ഹാർട്ട് ഓഫ് ഹാർമണി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ചൈതന്യത്തിൽ ലോകമാകെ പ്രചരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് പീസ് പ്രയർ, സമാധാന പ്രാർത്ഥന. ഐക്യരാഷ്ട്ര സംഘടന പോലും തങ്ങളുടെ പ്രവർത്തനങ്ങൾ സമാധാന പ്രാർത്ഥനയുടെ ചൈതന്യത്തിലാണ് കേൾക്കുന്നത്. ഭാരതത്തിന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം യുവജനങ്ങളോട്, സ്കൂൾ കുട്ടികളോട് ഒക്കെ സംസാരിച്ചിരുന്ന വേളയിൽ സമാധാന പ്രാർത്ഥനയുടെ ചൈതന്യത്തെ ധാരാളം പ്രോത്സാഹിപ്പിച്ചിരുന്നു. സമാധാനത്തിന്റെ ഉപകരണമാകണമെന്നും വിദ്വേഷവും കോപവും ശത്രുതയും എല്ലാം എടുത്തു മാറ്റണമെന്ന് യുവജനങ്ങളെ പ്രത്യേകം ബോധിപ്പിച്ചു. കാലം ചെയ്ത ആദ്യ സ്മരണാർഹനായ ഫ്രാൻസിസ് പാപ്പ ഏതാണ്ട് 1 വർഷം മുമ്പാണ് നമ്മിൽ നിന്ന് വേർപെട്ടത്. ഫ്രാൻസിസ് പാപ്പ എപ്പോഴും പറയുമായിരുന്നു, "Be not of men and women of Good Friday, but be men and women of Easter, of the resurrection." നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദുഃഖവെള്ളിക്ക് സമാനമായ തകർച്ചകൾ, പരാജയങ്ങൾ, വേദനകൾ, ഞെരുക്കങ്ങൾ, തിക്ത അനുഭവങ്ങൾ, കണ്ണീരുകൾ, മണിക്കൂറുകളുണ്ട്. അവിടെ തങ്ങി നിൽക്കാതെ യേശുവിന്റെ പീഡാനുഭവത്തോടും കുരിശുമരണത്തോടും ഉദ്ധാനത്തോടും ചേർത്ത് വെച്ചുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കിലേക്ക്, ജീവിതത്തിന്റെ വിജയത്തിലേക്ക് പോകുവാൻ പാപ്പ നമ്മോട് ആവശ്യപ്പെടുന്നു. നമ്മൾ ഓരോരുത്തരും സമാധാനത്തിന്റെ മക്കളായി മാറും. ഈശോ നൽകുന്ന സമാധാനം നമുക്ക് എപ്പോഴാണ് കിട്ടുക? കർത്താവേ, എന്നെ സമാധാനത്തിന്റെ ഉപകരണമാക്കണം. ഈശോയുടെ മരണത്തോടും പീഡാസഹനത്തോടും കുരിശുമരണത്തോടും നമ്മൾ ചേർത്ത് വെക്കുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ ഉത്ഥാനം, ഉയർത്തെഴുന്നേൽക്കുണ്ടാകുക. ഒരു ചെറിയ സംഭവകഥ പറയാം. ഒരു ഗ്രാമത്തില് ആവേശമായ പന്തുകളി നടക്കുക. മൈതാനത്ത് വളരെ ആവേശമായ പന്തുകളി നടന്നുകൊണ്ടിരുന്നപ്പോൾ പന്ത് കളിച്ചിരുന്ന 2 കളിക്കാർ പന്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ തമ്മിൽ വേഗത്തിൽ കൂട്ടയിടിച്ച് മൈതാനത്ത് വീണു. നല്ല പരിക്കുകളോടെ അവരെ അടുത്തുള്ള ഒരു നാട്ടുവൈദ്യന്റെ അടുത്ത് നാട്ടുകാർ കൊണ്ടുപോയി. ആദ്യം പരിക്കേറ്റ് 2 പേരിൽ ഒരാളെ ആദ്യം മുറിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സയിലാണ്. ആ ആൾ ധാരാളം നിലവിളിയും ഞെരുക്കങ്ങളും കരച്ചിലുമൊക്കെ ഉണ്ടായി. വൈദ്യൻ മർമ്മത്ത് പിടിച്ച് തൈലം പുരട്ടി സുഖപ്പെടുത്തുന്ന ഏതാണ് കുറെ സമയം. പക്ഷെ നിലവിളികളുണ്ടായി, വേദനകളുണ്ടായി. ഇത് കേട്ട് 2ാമത്തെ ആള് കാത്തിരിക്കുകയായിരുന്നു തന്റെ ഊഴത്തിന്. ആദ്യത്തെ ആളുടെ ചികിത്സ കഴിഞ്ഞ് 2ാമത്തെ ആള് മുറിയിൽ പ്രവേശിച്ച് വേണ്ടുന്ന സമയത്ത് ചികിത്സ കൊടുത്തു. വൈദ്യൻ ചികിത്സിച്ചു. അതിനുശേഷം 2 പേരും മടങ്ങി യാത്ര പുറപ്പെട്ടപ്പോൾ പരസ്പരം ചോദിച്ചു 2ാമത്തെ ആളോട് ആദ്യത്തെ ആള്, "സുഹൃത്തെ, നിന്നെ ചികിത്സിച്ചപ്പോൾ നിനക്ക് വേദനയൊന്നും അനുഭവപ്പെട്ടില്ലേ? നീ കരയുന്നതോ നിലവിളിക്കുന്നതോ ഒന്നും ഞാൻ കേട്ടില്ല." അപ്പോൾ 2ാമത് പ്രവേശിച്ച ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, "നിന്നെ ചികിത്സിച്ചപ്പോൾ നിനക്കുണ്ടായ വേദനകളും നിലവിളികളും കരച്ചിലുമൊക്കെ ഞാൻ കേട്ടതുകൊണ്ട് എന്റെ വേദനയുള്ള കാലല്ല, പരിക്ക് പറ്റിയ കാലല്ല ഞാൻ വൈദ്യന്റെ കൊടുത്തത്. അതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് നിലവിളിച്ചില്ല. പക്ഷെ ഇപ്പോഴും എനിക്ക് വേദനയുണ്ട്." ഇത് നമ്മുടെ ഓരോരുത്തരുടെയും കഥയാണ്. യേശുവിന്റെ മുറിവുകളോട്, പീഡാസഹനത്തോട്, കുരിശുമരണത്തോട് നമ്മൾ നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെക്കാനുള്ള ധൈര്യം കാണിക്കുമ്പോഴേ ഉദ്ധിതനോടുകൂടി നമുക്കും സൗഖ്യപ്പെടാൻ സാധിക്കുന്നു. ഉദ്ധിതനോടുകൂടിയുള്ള സമാധാനം നമുക്ക് ലഭിക്കുകയുള്ളൂ. കർത്താവേ, എന്നെ അങ്ങയുടെ സമാധാനത്തിന്റെ ഒരു ഉപകരണം. ഉദ്ധിതനോട് ചേർന്ന് നിൽക്കുവാനുള്ള, ക്രൂശിതനായ യേശുവിനോട് ചേർന്ന് നിൽക്കുവാനുള്ള ധൈര്യം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകട്ടെ. 2ാമതായി, വിദ്വേഷമുള്ളവർക്ക് സ്നേഹവും ദ്രോഹമുള്ളവർക്ക് ക്ഷമയും എന്നാണല്ലോ സമാധാന പ്രാർത്ഥന തുടരുന്നത്. നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരുമായുള്ള നമ്മുടെ ബന്ധങ്ങളിൽ അകൽച്ചകൾ, നീരസങ്ങൾ, വെറുപ്പുകൾ, ഇഷ്ടക്കുറവുകൾ, ശത്രുത, വിദ്വേഷം, വാശി, പ്രതികാരേച്ഛ ഇങ്ങനെ പോകുന്നു. നമ്മുടേതായ വെറുപ്പിന്റെ അമ്പര ചുംബികളായ ഗോപുരങ്ങൾ, ബുർജ് ഖലീഫ പോലെയുള്ള ബഹുനില കെട്ടിടങ്ങൾ, വെറുപ്പിന്റെ കെട്ടിടങ്ങൾ നമ്മുടെ മനസ്സിനും. ഒരു ഉദാഹരണം പറയാം. നമ്മൾ ചെരുപ്പിട്ട് നടക്കുമ്പോൾ നമ്മുടെ ചെരുപ്പയിൽ ഏതെങ്കിലും സ്റ്റിക്കറോ എന്തെങ്കിലും ഒട്ടിപ്പിടിച്ചിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പറ്റിയാൽ നമുക്കറിയാം. എന്നതുപോലെ ഭാവനയിൽ എൻ്റെ കാലിലെ ചെരുപ്പിൽ ഒരു കാന്തമുണ്ടെന്ന് കരുതുക. ഞാൻ ഇവിടെ നിന്ന് ഒരു 50 അടി ദൂരം നടക്കുകയാണ്. മണ്ണിലുള്ള ഇരുമ്പയിരുകളൊക്കെ ഈ കാന്തത്തിലേക്ക് വന്ന് അങ്ങനെ കാലിന് ഭാരം കൂടും, ചെരുപ്പിന് ഭാരം കൂടും.
എന്റെ 50 അടി എത്തുമ്പോൾ എന്റെ നടപ്പ് ദുസ്സഹമാകും. കാരണം എന്റെ കാലിൽ ധാരാളം ഇരുമ്പയിരികൾ ഉള്ളത് കൊണ്ട് നേരത്തെ വേഗതയിൽ എനിക്ക് നടക്കാൻ സാധിക്കുന്നില്ല. കാലിന് ഭാരം കൂടുന്നു. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും അനുദിന ജീവിത അനുഭവങ്ങളാണ്. നമ്മൾ മറ്റുള്ളവരുമായുള്ള ഇടപെടൽ എല്ലാവരെയും എപ്പോഴും നമുക്ക് ഇഷ്ടപ്പെടണമെന്നോ അവർക്ക് നമ്മളെ ഇഷ്ടപ്പെടണമെന്നോ നിർബന്ധമില്ല. ആ സമയങ്ങളിൽ ആ വ്യക്തികളോട് നമ്മുടെ മനസ്സിൽ ഇൽ ഫീലിങ്ങുകൾ, ഇഷ്ടക്കുറവുകൾ, അത് വെറുപ്പായി, ശത്രുതയായി, കലഹമായി, പ്രതികാര ഇച്ഛയായി വർദ്ധിക്കുകയാണ്. അത് നമ്മൾ ബഹുനില കെട്ടിടങ്ങളായി കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുന്ന ഈ വെറുപ്പ്, ഇഷ്ടക്കുറവുകൾ, പിണക്കം, അത് കഠിനമായ ശത്രുതയായി, പ്രതികാര ഇച്ഛയായി, മറ്റുള്ളവരുടെ നാശം ആഗ്രഹിക്കുന്ന മനോഭാവത്തിലേക്ക് എത്തുകയാണ്. ഇവിടെയാണ് വിദ്വേഷങ്ങളോടത്ത് സ്നേഹവും ദ്രോഹങ്ങളോടത്ത് ക്ഷമയും വിതയ്ക്കുവാൻ എനിക്ക് സാധിക്കേണ്ടത്. എങ്ങനെയാണ്? എന്റെ കാലിൽ നിന്നും ഓരോ ഇരുമ്പ് അയിരികൾ എടുത്തു മാറ്റുമ്പോഴാണ് ഞാൻ സ്വാതന്ത്ര്യം ലഭിക്കുന്നത്, ഭാരം കുറവുണ്ടാകുന്നത്. എന്നതുപോലെ വെറുപ്പിൻ്റെതായ ബഹുനില കെട്ടിടങ്ങൾ ഓരോന്നോരോന്നായി അവിടെ അതിരഞ്ഞെടുത്ത് എമിരപ്പെടുമ്പോൾ എന്റെ മനസ്സ്, എന്റെ ജീവിതം സന്തോഷകരമായി മാറുന്നു, സമാധാനമായി മാറുന്നു. എനിക്ക് ക്ഷമ കൊടുക്കുവാൻ സാധിക്കുന്നു. അത്തരത്തിൽ നന്മയുടെ, സ്നേഹത്തിന്റെ, ക്ഷമയുടെ, പ്രത്യാശയുടെ മകനും മകളുമായി നമുക്ക് മാറാം. കർത്താവേ, എന്നെ അങ്ങയുടെ സമാധാനത്തിന്റെ ഒരു ഉപകരണമാക്കണം. വിദ്വേഷങ്ങളോടത്ത് സ്നേഹവും, ദ്രോഹങ്ങളോടത്ത് ക്ഷമയും, സന്ദേഹങ്ങളോടത്ത് വിശ്വാസവും തുടങ്ങുന്ന ആ സമാധാന പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ എന്നും പ്രാവർത്തികമാകട്ടെ. സമാധാനം